ഹായ്, വെൽക്കം ടു ശിവദീക്ഷ. ഇന്ന് നമ്മൾ കാണിക്കുന്നത് കുറച്ച് കിഡ്സ് വെയേഴ്സ് ആണ്. കുറച്ച് സ്കേർട്ടാണ് ടോപ്പും അതുപോലെ തന്നെ ഉടുപ്പുകളൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ഔട്ട്ഫിറ്റ് വന്നിട്ട് സ്കേർട്ട് ആൻഡ് ടോപ്പാണ് കേട്ടോ. ക്രോപ്പ് ടോപ്പും സ്കേർട്ടുമാണ്, അംബ്രല സ്കേർട്ടാണ് വന്നിരിക്കുന്നത്. സ്കേർട്ട് വന്നിട്ട് ഓർഗൻസ ഫാബ്രിക്കിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വൈറ്റ് ഓർഗൻസയിൽ നല്ല ലാർജ് ഫ്ലവേഴ്സ് വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ അടിഭാഗമൊക്കെ നമ്മൾ കേൾ ചെയ്ത് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എലാസ്റ്റിക്കാണ് നമ്മൾ സ്കേർട്ടിന് വച്ചിരിക്കുന്നത് കേട്ടോ. സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പാണ്. അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഫ്രിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഫ്രിൽസ് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ ഉള്ളൊരു പിക്കാണ് കേട്ടോ ഇത്. വീനെക്കാണ് നമ്മൾ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഹുക്ക് വന്നിട്ട് ബാക്ക് പോർഷനിൽ തന്നെയാണ്. പിന്നെ റൗണ്ട് നെക്കാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇത് ഫ്രിൽസ് അറ്റാച്ച് ചെയ്തതിന് ശേഷമുള്ളതാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു പിക്ചർ. ഇതുപോലെ നമ്മൾ 2 പേർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിരുന്നത്. അടുത്തൊരു ഔട്ട്ഫിറ്റ് ഒരു അംബ്രല ഫ്രോക്കാണ്. ലോങ് ആയിട്ടുള്ളൊരു ഫ്രോക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതും ഓർഗൻസ ഫാബ്രിക്കിൽ തന്നെയാണ്. കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ ഫാബ്രിക്കിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അടുത്ത് വന്നിട്ടൊരു സിമ്പിളാണ്, ലൈനായിട്ടുള്ളൊരു ടൈപ്പ് ഫ്രോക്കാണ് കേട്ടോ. അപ്പം അതിൻ്റെയും നെക്കിലും നമ്മൾ ഫ്രിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബോട്ടം പോർഷനിലും ഫ്രിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ലൈനായിട്ട് വലിയ വിരിവൊന്നും കൊടുക്കാണ്ട് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ നേരത്തെ സ്കേർട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത പോലത്തെ ഓർഗൻസ മെറ്റീരിയലാണ്. പക്ഷേ ഇതിൻ്റെ പ്രിൻറ്റിന് വ്യത്യാസമുണ്ട്. ഇതിൽ കുറച്ചും കൂടി ലൈറ്റ് കളേർഡായിട്ടുള്ള ഫ്ലവേഴ്സാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് കളറായിട്ടുള്ള ഫ്ലവേഴ്സുള്ള ഓർഗൻസ മെറ്റീരിയലാണ്. അടുത്തത് വരുന്ന ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ട്വിൻ സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ചെയ്ത, നേരത്തെ ബ്ലാക്ക് ഫ്രോക്ക് കണ്ടില്ലേ, അതുപോലെ ചെയ്തിട്ടുള്ളൊരു ഫ്രോക്ക് തന്നെയാണ്. ഇത് കുറച്ച് പൊന്തി നിൽക്കുന്ന ടൈപ്പ് മെറ്റീരിയലാണ്, ഓർഗൻസയുടെ തന്നെയാണ്. ക്രേപ്പിൻ്റെ ലൈനിങ്ങാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയും താഴ്ഭാഗമൊക്കെ നമ്മൾ നല്ല കേൾ ചെയ്ത് ടങ്കീസ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ട്വിൻ സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു അതിൻ്റെ പിക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു അംബ്രല ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സിമ്പിളായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്, വേറെ ഇതൊന്നുമില്ല. ഇതിൻ്റെയും താഴ്ഭാഗത്ത് നമ്മൾ ആ കേൾ ചെയ്ത് അടിച്ചു കൊടുത്തപ്പോൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഓർഗൻസയിൽ ഇങ്ങനെയൊരു കേൾ പോലെ ചെയ്ത് വരുമ്പോൾ കുറച്ചുകൂടി ഭംഗിയിൽ നമുക്ക് ഔട്ട്ഫിറ്റിനെ മാറ്റാനായിട്ട് പറ്റും. പിന്നെ ഇങ്ങനെ ഫ്ലോറൽ പ്രിൻസ് ഒക്കെ വരുന്നതാകുമ്പോൾ കുറേ കൂടി നമുക്ക് കുട്ടികൾക്കൊക്കെ നന്നായി മാച്ചായി പോകുന്ന രീതിയിൽ ഔട്ട്ഫിറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ കേൾ ചെയ്തിരിക്കുന്നത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ആദ്യം കാണിച്ച പോലത്തെയുള്ള സ്കേർട്ട് ആൻഡ് ടോപ്പ് നമ്മൾ നേരത്തെ കാണിച്ചല്ലോ. അതിൽ സ്കേർട്ട് മാറ്റി നിർത്തിയിട്ട് ഒരു പലാസോ ആയിട്ട് തന്നെയാണ്, ടോപ്പിൻ്റെ അതേ മെറ്റീരിയലിൽ തന്നെ പലാസോ പാൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പലാസോ പാൻറ്റിന് നല്ല ഫ്ലെയർ ആയിട്ടുള്ളൊരു പലാസോ പാൻ്റാണ് ചെയ്തിരിക്കുന്നത്. ഇതിനും താഴെ നമ്മൾ നല്ല കേളായിട്ട് കൊടുത്തിട്ടുണ്ട്. ടങ്കീസൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല, അല്ലാതെ തന്നെ തുണി നല്ല കട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കേൾ ചെയ്ത് അടിച്ചപ്പോൾ തന്നെ ഭംഗിയായിട്ട് നമുക്ക് കിട്ടി. അതുപോലെ തന്നെയാണ് ആ ഫ്രിൽസിൻ്റെ ഭാഗത്തിരിക്കുന്ന പോലെ തന്നെ കേൾ ചെയ്ത് തന്നെ നമുക്ക് കിട്ടി. ഇവിടെയും നേരത്തെ കാണിച്ച പോലെ തന്നെയാണ് ടോപ്പ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ബാക്ക് ഓപ്പൺ ആണ്, ബാക്കിലാണ് ഹുക്കാണ് വച്ചിരിക്കുന്നത്. ബാക്ക് വി നെക്കാണ്, ഫ്രണ്ട് റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പലാസോ പാൻറ്റ് സിമ്പിളായിട്ടുള്ളൊരു പലാസോ പാൻറ്റാണ്, കുറച്ച് ഫ്ലെയർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ആൾക്ക് സ്കേർട്ടിനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയലിൽ തന്നെ പലാസോയിലേക്ക് എത്തിയത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ കിഡ്സിൻ്റെ സെക്ഷനിൽ നമുക്ക് കിഡ്സ് വെയേഴ്സായിട്ട് കാണിക്കാനുള്ളത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ അറിയിക്കുക. എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനകളും ഉണ്ടാവണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.